വീട്ടിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതിപ്പോൾ വ്യാപകമായി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഈ വീട് ഡൊമസ്റ്റിക് ഒരു ഫയർ സേഫ്റ്റി എന്ന് പറയുന്നത്. വീട്ടിൽ അവിടെയും വില്ലൻ, വീട്ടിൽ മാത്രമല്ല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുത്താലും ഡിഫറെൻറ്റ് ജനറേറ്റേഴ്സ് അല്ലേ, അത് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ ആണെങ്കിലും അല്ല ഇനി നമ്മുടെ ഈ ഹോണ്ട പോലെയുള്ള താപവൈദ്യുത ജനറേറ്ററുകളാണെങ്കിലും ഈ സോളാർ സിസ്റ്റംസിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഈ ഇലക്ട്രിക്കൽ എനർജി വൺസ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ ആസ് ഇറ്റ് ഈസ് ഉപയോഗിക്കുന്നില്ല. ഈ ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകും, ഒഴുകി പോകും എന്നുള്ളതല്ലാതെ നമുക്കത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോക്ക് അടിക്കാൻ വേണ്ടിയല്ലോ ഉപയോഗിക്കുന്നത്. അത് ഈ ചില മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ഉപയോഗിക്കുന്നുണ്ടാകുമായിരിക്കാം. പക്ഷെ അതല്ലാതെ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ വേറെ ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ആവശ്യം. നമുക്ക് വെളിച്ചം കാണണം, നമുക്ക് ശബ്ദം കേൾക്കണം, നമുക്ക് ചൂടുണ്ടാക്കണം, തണുപ്പുണ്ടാക്കണം, ഫാൻ കറങ്ങണം അല്ലേ, മെക്കാനിക്കൽ. അപ്പോൾ സോ ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെയുള്ള പല പല ഡിവൈസസിൽ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യും. ഈ മോട്ടറുകളും ഫാനുകളും ഒക്കെ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ ഫോം ഓഫ് എനർജിയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് തണുപ്പ് കിട്ടാനാണല്ലോ. പക്ഷേ ഈ ഫ്രിഡ്ജിന്റെ പുറകുവശത്ത് നമ്മളൊന്ന് കൈ കൊണ്ട് ചെന്നാൽ ചൂട് അനുഭവപ്പെടുമല്ലോ. ബൾബ് ഉപയോഗിക്കുന്നത് വെളിച്ചം കിട്ടാനാണ്. പക്ഷെ കുറച്ചു നേരം കത്തി നിന്ന് ബൾബ് തൊട്ട് നോക്കൂ, ചൂടുണ്ടാവുമല്ലോ. അപ്പം ഇതാണ് ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രശ്നം. ഈ ഏത് ഇലക്ട്രിക്കൽ ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെ ഒരു എന്താ പറയുക, ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഈ ചൂട് കയറി വരുന്നുണ്ട്. ഇത് പലരും നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. സാധാരണ വീട്ടമ്മമാർക്കും വീട്ടുകാർക്കും ഇത് അത് സാധാരണ ആളുകൾക്ക്, ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ പരിസരത്ത് എപ്പോഴും ഒരു അക്യുമുലേഷൻ ഓഫ് ഹീറ്റ്, ഒരു ചൂടിൻ്റെ ഒരു വർധനവുണ്ടാവും. അപ്പോൾ ആ ചൂടിൻ്റെ വർധനവ് അവിടെ നിന്നൊരു കാറ്റ് വീശി എയർ സർക്കുലേഷനിലൂടെ പുറത്തോട്ട് പോകാനുള്ള, ഡിസിപ്പേറ്റ് ചെയ്ത് അലിഞ്ഞലിഞ്ഞ് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലെങ്കിൽ അതാണ് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നത്. അതൊരു കാരണം. ഇലക്ട്രിസിറ്റി ഏത് കണ്ടക്ടറിൽ കൂടെ കടന്നു പോയാലും അത് എന്ത് പർപ്പസിനുള്ള കണ്ടക്ടർ ആണെങ്കിലും അവിടെ ഹീറ്റ് ഉണ്ടാവും. നമ്മളത് കരുതണം. അതൊന്ന്. രണ്ട്, ഈ നമ്മുടെ വീട്ടിലാണെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലാണെങ്കിലും ഈ ഇലക്ട്രിസിറ്റി ഒരിടത്തുനിന്ന് ഒഴുകി വേറൊരിടത്തേക്ക് പോവുകയാണല്ലോ. അതിനാണ് നമ്മൾ ഈ വയറുകൾ, ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്. അത് കോപ്പർ കണ്ടക്ടേഴ്സാണ്. ഓക്കെ. പക്ഷെ ഈ കണ്ടക്ടേഴ്സിൽ പലയിടത്തും ഇതിന് കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസസ് വെച്ചിട്ടുണ്ട് അല്ലേ, സ്വിച്ചസ്, പ്ലഗ്സ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അവിടെ ഈ കണ്ടക്ടർ ഇങ്ങനെ വന്നിട്ട് നിൽക്കും, എന്നിട്ട് പിന്നെ അടുത്ത കണ്ടക്ടറിന് അടുത്ത് വരും. ദെൻ ഇതുമായിട്ടുള്ള കോണ്ടാക്റ്റാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് അടുത്ത കണ്ടക്ടറിൻ്റെ എൻഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയം അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. നിങ്ങളിനി എത്ര നല്ല കമ്പനിയുടെ സ്വിച്ച് വാങ്ങിച്ചാലും എന്തൊക്കെ കവറിങ് അതിനുണ്ടെങ്കിലും നമുക്ക് അറിയാൻ കഴിയും, സ്വിച്ച് ഓൺ ആകുന്നതിന് മുൻപും ഓഫ് ആകുന്നതിന് മുൻപും എന്തുണ്ടാകുന്നുണ്ട്? സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സപ്പോസ് ഈ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലോ ഈ സ്പാർക്ക് മൊമെൻ്ററിയാണ്, നൈമിഷികമാണ്. എങ്കിൽ കൂടെയും അത്രയും ഭാഗത്തുള്ള എയർ കോളമിനെ ശരിക്കും ചൂടാക്കി അതിലെ ഒരു ജ്വാലയായിട്ടാണ് അത് കടന്നു പോകുന്നത്. ആ അയോണൈസേഷൻ കൊണ്ടാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻ്ററി ആയിട്ട് ആ ഒരു ഭാഗത്തെ ചൂടെന്ന് പറയുന്നത് ടെമ്പറേച്ചറേ വളരെ പെട്ടെന്ന് കൂടുന്നുണ്ട്. ഒരു 400 ഡിഗ്രി വരെയൊക്കെ പെട്ടെന്ന് കൂടും, അപ്പം തന്നെ കുറയും ചെയ്യും. പക്ഷെ വീണ്ടും സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലോ, അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പാർക്ക് വരുമ്പോൾ നമ്മളതിനെ ഇലക്ട്രിക് ആർക്ക് എന്ന് പറയും. ഇലക്ട്രിക് ആർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെൽഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ആയിരക്കണക്കിന് ഡിഗ്രി ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ആ മെറ്റൽ ഉരുകുന്നത്. അതേപോലെ വളരെ കൂടിയ ടെമ്പറേച്ചർ ഇത്തരം ഡിവൈസസിൻ്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ പരിസരത്ത് കത്താൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കത്തും, ചൂടായി പുകയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പുകയും, ഉരുകാൻ പറ്റുന്നതൊക്കെ ഉരുകി വീഴും. ഇതാണ് പല തീപിടുത്തങ്ങളുടെയും അടിസ്ഥാന കാരണം.
അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ 3 പിൻ പ്ലഗുകളുണ്ടല്ലോ, ആ 3 പിൻ പ്ലഗുകളിൽ ആ പ്ലഗിൻ്റെ പരിസരത്ത് ഈ നമ്മൾ പ്ലഗ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കറുത്ത ഷെയ്ഡ് കുറേശ്ശെ കാണും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് ആ പ്ലഗ് മോശമാണ്, അതിനുള്ളിൽ എന്തുണ്ട്, ഈ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്, അതാണ് ആ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. നമ്മളത് മാറ്റണം, റീപ്ലേസ് ചെയ്യണം, പുതിയത് വാങ്ങിച്ചു വയ്ക്കണം. അതൊരു അടയാളമാണ്. കാര്യം അതിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്പാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഒരു അടയാളമാണ്. അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, മറ്റുള്ള ഉപകരണങ്ങൾ, എല്ലാ ഉപകരണങ്ങളിലും ഈ കൺട്രോളിങ് വരുന്ന എല്ലാ ഉപകരണങ്ങളിലും സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഉരുകാനോ കത്താനോ സാധ്യതയുള്ള വസ്തുക്കളൊന്നും അതിനടുത്ത് വരരുത്. അതായത് ഫ്ലെമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വരരുത്. ഇതിനെന്തെങ്കിലും ഒരു നോട്ടപ്പിശക് വരുമ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള എപ്പോഴും എല്ലാ ഫയറും ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും? വളരെ ചെറിയ, എല്ലാ ഫയറിനും ഒരു ബേബി സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുക. അത് പിന്നെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വളരെ പെട്ടെന്നായിരിക്കും. ആരംഭത്തിൽ 1, 3, 9, 27 എന്നിങ്ങനെ ആയിരിക്കും. പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര അല്ലേ, വളരെ ആ ചെയിൻ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ആ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫയർ സ്പ്രെഡിൻ്റെ ആ റേറ്റ് വളരെ പെട്ടെന്ന് കൂടും. അപ്പോഴാണ് അത് അൺകൺട്രോളബിൾ ആയി മാറുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോഴാണ് വലിയ കെട്ടിടങ്ങളിലൊക്കെ ഫയർ ഉണ്ടാകുമ്പോൾ 5ഉം 6ഉം ഫയർ എഞ്ചിൻ പല ഭാഗത്തു നിന്നും ചുറ്റോട് നിന്നും വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചിട്ടും ആ തീ കെടാത്തതിൻ്റെ കാരണം അത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹീറ്റിനെ തടുക്കാൻ കഴിയുന്നില്ല. അതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് ഡൊമസ്റ്റിക് ഫയർ സിറ്റുവേഷൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിസിറ്റിയാണ്. പിന്നെ നമുക്കറിയാം അടുക്കള, കിച്ചൺ ഫയർ. കിച്ചണിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവച്ചിരിക്കുന്ന 14.2 കിലോഗ്രാം വരുന്ന LPG നിറച്ചിട്ടുള്ള ആ ചുമന്ന കുറ്റി, ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ബോംബ്. അതിപ്രകാര ശേഷിയുള്ളൊരു സാധനം തന്നെയാണത്. അതിനകത്ത് 14.2 കിലോഗ്രാം ഓഫ് LPG ആണ്. LPG എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. അത് പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും ഒരു മിക്സറാണ്. അതിന് നോർമലി സ്മെല്ലില്ല. സ്മെല്ല് നമുക്കറിയാൻ വേണ്ടിയാണ് അതിനകത്ത് പ്രൊഡക്ഷൻ മാനുഫാക്ചർ സമയത്ത് തന്നെ അതിനകത്ത് സ്മെല്ല് കൊണ്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടി അതിൽ ഈതയിൽ മെർക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ ചേർത്തിരിക്കുകയാണ്. അതിൻ്റെയാണ് ആ സ്മെല്ല് നമ്മൾ അറിയുന്നത്. അത് ലീക്കായി തീ പിടിക്കുക, ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടാകാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് വീടുകളിൽ ഈ ഗ്യാസ് ലീക്കായ ഗ്യാസ് കത്തുകയും സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും വീട് ആകമാനം കത്തുകയും മരണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു സേഫ്റ്റി ഒരു നിർദ്ദേശം എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സിലിണ്ടർ വീടിന് വെളിയിൽ വെക്കുക. സിലിണ്ടർ ഒരിക്കലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ വേണ്ട, വെളിയിൽ വെക്കുക. ഒരു സ്റ്റീലിൻ്റെ ഗ്രില്ലുണ്ടാക്കിയിട്ട് ഒരു കൂട് പോലെ, ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ റെഗുലേറ്റർ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനിൽ നിന്ന് ഒരു കോപ്പർ പൈപ്പ് ഇട്ടിട്ട് അകത്ത് സ്റ്റൗവിൻ്റെ ബർണറിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് 2 വാൽവ് വയ്ക്കാം. ഒരു വാൽവ് വെളിയിലും വയ്ക്കാം, ഒരു വാൽവ് ഉള്ളിലും വയ്ക്കാം. അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഓടി പുറത്തിറങ്ങിയിട്ട് പുറത്തു പോയിട്ടുള്ള വാൽവ് ക്ലോസ് ചെയ്യാം. ഇല്ല, പുറത്താണ് നമ്മൾ അകത്തുണ്ടെങ്കിൽ നമുക്ക് അകത്തുള്ള വാൽവ് ക്ലോസ് ചെയ്യാം. ബട്ട് ഇൻ ബോത്ത് വേ വി ക്യാൻ കൺട്രോൾ. അതൊരു സൗകര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അഥവാ ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കുറയ്ക്കാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. നമ്മൾ ഈ കോപ്പറിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് എങ്ങനെ മെറ്റീരിയൽ നോക്കി വാങ്ങാനായിട്ട് എന്താ ശ്രദ്ധ? അല്ല, അതിനൊക്കെ ISI സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ കോപ്പർ പൈപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകളുണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകൾ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. അതിനകത്തൊരു ലീക്ക് പ്രൂഫായിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ഈ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വീടുകളിലും ഇത് ചെയ്യാവുന്നതാണ്.